വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ CRT ഒരു ചാപ്റ്റർ ആണ്, സോഷ്യൽ സയൻസ്. ചാപ്റ്ററിന്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നാണ്. ഇത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം പോയിന്റുകൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പഠിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ 9, 10 എന്ന ക്ലാസ്സുകളിലെ CRT ചാപ്റ്ററുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് നല്ല താല്പര്യമാണ്. പക്ഷെ 5, 6, 7 അങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകളിലെ ചാപ്റ്ററുകൾ കുട്ടികൾ കാണാനായിട്ട് ശ്രമിക്കില്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആദ്യം ബേസ് വേണം. അതായത് ഇപ്പൊ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ച് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് 6ാം ക്ലാസ്സില്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് 7ാം ക്ലാസ്സിൽ. അപ്പൊ 5ലും 6ലും പറഞ്ഞത് 7ല് പറയണില്ല എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു പോകണം. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കുകളായാലും അതിന്റെ ഗൗരവം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ ആണ്, യങ് ഇന്ത്യയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കൊട്ടേഷൻ ആണ് പറയണേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാത്ത എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതുപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അങ്ങനെയാണ് ഇത് മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. അദ്ദേഹം യങ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ്. അപ്പൊ ഭരണഘടന എന്താണ്, അതിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് നമുക്കറിയാം അല്ലെ. സൈനികരും ഗോത്രവർഗക്കാരും രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ അന്ന് പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം വളരെയധികം സഹായകമായി. ദേശീയ അവബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അത്തരം സംഘടനകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ തന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്നും വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതും ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങളുടെ ഇടയിൽ ദേശീയ ബോധം വളർത്തുക എന്നതുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ലക്ഷ്യമെന്നാണ് പറയുന്നത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ മിത തീവ്ര ദേശീയവാദം എന്ന് പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും മിതവാദികൾ തീവ്രവാദികൾ എങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു എന്നുള്ളതും അല്ലെ. മിതവാദികൾ എന്താണ്, ഈ സമരങ്ങളിലൂടെയും അവര് എന്താ പറയാ, അവരുടെ ആശയങ്ങളിലൂടെയും ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് അറിയിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. തീവ്രവാദികൾ അങ്ങനെയല്ല, അവർ ഫൈറ്റ് ചെയ്യാൻ അല്ലെ, യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറ്, ആ ഒരു രീതിയിലായിരുന്നു. എങ്ങനെയൊക്കെ ആണെങ്കിലും എന്താന്ന് പറയുന്നത്, ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഗാന്ധിജി എപ്പോഴാണോ വന്നത്, ആ ഗാന്ധിജിയുടെ വരവോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നു. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം വ്യക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം,
സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് സ്വാതന്ത്ര്യം, അല്ലെ, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, അതുപോലെ സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്കറിയാം 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ഈ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി 2.5 വർഷത്തോളം എടുത്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ചത്. അപ്പൊ അതിനു മുമ്പ് ഏത് നിയമമാണ് നമ്മുടെ ഇവിടെ നിലനിന്നിരുന്നത് എന്ന് പലർക്കും സംശയമുണ്ട്. അപ്പൊ പറയാണ് 1935 ബ്രിട്ടീഷുകാർ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് കേട്ടോ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും പ്രധാനമാണ്. 6 പ്രവിശ്യകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ എന്തുതന്നെയായിരുന്നു? ദ്വിമണ്ഡല സഭ തന്നെയായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതയാണ്. ആ ആക്ട് അനുസരിച്ചിട്ടാണ് 1950 ജനുവരി 26-ന് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് വരെ അല്ലെ എന്തുണ്ടായിരുന്നത്? നമ്മുടെ എന്താ പറയാ നിയമം ഉണ്ടായിരുന്നത്. ഈ നിയമമാണ് ഉണ്ടായിരുന്നത്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകള്, 321 വിഭാഗങ്ങള്, 10 പട്ടികകള്, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, അതുപോലെ തന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഭരണഘടന നിർമ്മിച്ചത് 1946-ൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യയിൽ ആര് വന്നു? ക്യാബിനറ്റ് മിഷൻ വന്നു. ആ ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനായിട്ട് നമുക്ക് 2 വർഷം 11 മാസം 17 ദിവസം വേണ്ടി വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് നടന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുപോലെ തന്നെ നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇത് റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. ഇതിൽ ഒറ്റ ചോദ്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് ചോദിക്കാത്തില്ല. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഡോക്ടർ BR അംബേദ്കർ പറയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനയുടെ മുഖ്യ ശില്പി, അറിയാത്ത കുട്ടികൾ പഠിക്കുക, ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചത്. അപ്പൊ വിദേശ ഭരണഘടനയിലെ 60ഓളം ഭരണഘടനകളെ കുറിച്ച് പഠിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവ കൂടി പരിഗണിച്ചാണ് മറ്റു രാജ്യങ്ങളിലുള്ള ഭരണഘടനയുടെ ആശയങ്ങൾ നാം കടം കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 പാർട്ടുകളും 390
95 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. 25 പാർട്ട് അഥവാ ഭാഗം, 395 ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം, 8 ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളുമായിട്ടാണ് 1950 ജാനുവരി 26-ന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അതിന്റെ പ്രത്യേകതകളാ പറയുന്നത്: ഒരു പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇനി ജനങ്ങളുടെ പരമാധികാരം, അടുത്ത പ്രത്യേകത: രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ, അടുത്ത പ്രത്യേകത: ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത മൗലിക കടമകള്: ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ നമ്മൾ മൗലിക കടമകൾ എന്ന് വിളിക്കുന്നു. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ: സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് നിയമവാഴ്ച? എല്ലാ പൗരനും നിയമത്തിന് വിധേയനാണ്, ആരും നിയമത്തിന് അതീതനല്ല എന്നുള്ളതാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം: നിശ്ചിത പ്രായം പൂർത്തിയാക്കി, അതായത് ഇപ്പൊ നമുക്ക് എന്താണ് 18 വയസ്സാണ് അല്ലെ, 18 വയസ്സ് പൂർത്തിയാക്കി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ: നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ, വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അടുത്ത 2 കൂടി ഉണ്ട്. ഒന്ന് ഫെഡറലിസം: അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഏക പൗരത്വം: രാജ്യത്ത് ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വം ഇല്ല എന്നുള്ളതാണ് ഏക പൗരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ? ഫെഡറലിസം, ഏക പൗരത്വം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം. ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നുകൂടി വായിച്ചു നോക്കുക. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി, ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും മാത്രമായി ചില അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തിട്ടുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലെ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. ഇതൊക്കെ തന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിയമങ്ങളുടെ ഉറവിടം: നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ പറ്റൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചു പോരുന്നു. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയും പരമോന്നത സ്ഥാനമാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള പല നിയമങ്ങളാ പറയണേ: വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, അങ്ങനെ കുറെ കണ്ട കുറേ അധികം നിയമങ്ങൾ ഇവിടെയുള്ള നിയമങ്ങളാണ്. ഇതൊക്കെ ഭരണഘടന അനുസൃതമായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള കുറെ നിയമങ്ങളാണ്. ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. ഇതൊക്കെ തന്നെ ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് നിയമമാണ് 2012 കൊണ്ടുവന്ന പോക്സോ ആക്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമത്തെയാണ് പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഈ പോക്സോന്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 എന്നാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി പരിഗണിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും നമ്മൾ കുട്ടിയായി പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയരഹിതവും സുരക്ഷിതവുമായ
സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തികളിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ എന്താ പറയുന്നത് വിവരിക്കുന്നു. അതായത് ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൽ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ അതുപോലെ മോണിറ്ററിംഗ് സെല്ലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ 44-ാം വകുപ്പൊക്കെ ഓർത്തു വയ്ക്കുക, വകുപ്പ് 19 ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ? നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ട്രീയുടെ രൂപത്തിൽ കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്, അതിൽ പഠിക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖകളായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ദർശനങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1950 ജനുവരി 26-നാണല്ലോ ഭരണഘടന നിലവിൽ വന്നത്, ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അപ്പോ അതിലെ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി ഉണ്ടായത് 1951-ലാണ്. പട്ടികകളുടെ എണ്ണം 1951-ലെ ഭേദഗതി അനുസരിച്ച് പട്ടികകളുടെ എണ്ണം എത്രയായി? 9 ഇനി അടുത്ത് നോക്കാം 42-ാം ഭേദഗതി. 1976-ൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 1976-ലെ 42-ാം ഭേദഗതി. 1978-ലെ 44-ാം ഭേദഗതിയിൽ എന്താ ഉണ്ടായേ? സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി. 1992-ലെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഏതെല്ലാം ഭേദഗതി പ്രകാരമാണ്? പഞ്ചായത്തി രാജ് 73-ാം ഭേദഗതിയും നഗരപാലിക 74-ാം ഭേദഗതിയുമാണ്. അടുത്തത് 2002-ലെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ടുള്ള ഭേദഗതി വന്നത് 2002-ലെ 86-ാം ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്തത് GST വന്നത് 101-ാം ഭേദഗതിയാണ്. GST എന്ന് മനസ്സിലാക്കുക നിങ്ങൾ കേട്ടോ. ഇനി അടുത്തത് 1973-ല് നമ്മുടെ കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തി കേരള സർക്കാരിനെതിരെ നൽകിയ ഒരു കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധവും മാറ്റവും വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് കേസിലാണ്. കേസ് എന്നാണ് 1973-ല്. അടുത്തത് വിദ്യാഭ്യാസ മൗലിക അവകാശം. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കപ്പെട്ടത് 2002-ൽ 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A ആർട്ടിക്കിൾ 21A വകുപ്പായി ചേർത്തിരിക്കുന്നു. ഈ ഭേദഗതി
ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നാണ് നിലവിൽ വന്നത്? 2002 ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഏത് വകുപ്പായാ ചേർത്തിരിക്കണേ? ആർട്ടിക്കിൾ 21A ആയിട്ടാ ചേർത്തിരിക്കുന്നത് അല്ലെ. വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാ വന്നേ? 2009 അല്ലെ. ഇനി അടുത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നിവിടെ പറയുന്നു. 1976 42 ഭേദഗതിയെ കുറിച്ച് അടുത്തത് പറയുന്നു. ഇതിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഏത് പ്രകാരം? 1972 42 ഭേദഗതി പ്രകാരം. ഭരണഘടനയുടെ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ നിലവിൽ വന്നിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ 1976 42 ഭേദഗതിയെ എന്ത് വിളിക്കുന്നു? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിട്ട് കൂടി വിളിക്കുന്നു. 76 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇനി രാജ്യത്ത് ഇനിയും ലഭ്യമാക്കാത്ത ഭൂപരിഷ്കരണ നിയമം, സ്ത്രീധന നിരോധന നിയമം, അതുപോലെ തന്നെ മദ്യവിപത്ത്, ബാലാവകാശ നിയമങ്ങൾ, ഇതൊക്കെ കുറച്ചുകൂടിയും കർശനമാക്കണം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കൺക്ലൂഷൻ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതായിരുന്നു ചാപ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞത്? ഭരണഘടന വഴിയും വഴികാട്ടിയും അല്ലെ. അതായത് ഇത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കൂടി നമുക്ക് പഠിക്കാണ്ട്, അധികാരം ജനങ്ങൾക്ക് എന്നുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ മക്കളെ. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. എന്നെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ ഉള്ളിൽ നിന്ന് കയറി ഇതിൽ നിന്നൊക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തീർച്ചയായും ഇങ്ങനെ ഈ ഒരു ട്രീ ഫോമിലൊക്കെ തന്നിരിക്കുന്ന നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക. ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കേട്ടോ.